ഹായ് ഹലോ, ഇന്നൊരു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നൊരു വിഷയം എന്നു വെച്ചാൽ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫ്രിഡ്ജ് ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുമായിരുന്നു. എന്നാൽ പിന്നെ ഫ്രിഡ്ജ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡോറിലെ സാധനങ്ങളെല്ലാം മാറ്റി അതിൻ്റെ ട്രേ എല്ലാം മാറ്റി നന്നായിട്ട് അവിടെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഫ്രിഡ്ജ് റെഡിയാക്കാമെന്ന് കരുതി, പിന്നെ നമ്മുടെ സാധനങ്ങൾ വെക്കുന്ന ആ ഭാഗം റെഡിയാക്കാമെന്ന് കരുതി ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അതെല്ലാം ഓരോന്നായിട്ട് എടുത്തെല്ലാം മാറ്റി, പിന്നെ ആ ട്രേ എല്ലാം എടുത്ത് മാറ്റി കഴുകണം കേട്ടോ. അത് കുറച്ച് ദിവസമായി ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് കൂടുതൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കോലാണ്ട് അടിഭാഗത്തൊക്കെ നല്ല അഴുക്കുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ എല്ലാ ട്രേയും കഴുകാമെന്ന് കരുതി മുറ്റത്ത് കൊണ്ടുപോയി സോപ്പ്, നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതെല്ലാം കഴുകി നല്ല ക്ലീനാക്കി ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഇത് ഉണങ്ങുന്ന ടൈമിൽ വേണം നമുക്ക് ഫ്രിഡ്ജ് തുടച്ച് നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇച്ചിരി തണലുള്ള സ്ഥലത്തോട്ട് മാറി നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജ് ആ ട്രേ എല്ലാം കൂടെ കഴുകുന്നത്. അപ്പം എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് തുറക്കുമ്പോഴൊക്കെ ഒരു വലിയ എന്താ പറയുക നല്ലൊരു രസമാണ്. അഴുക്കായിട്ടിരിക്കുന്ന ഫ്രിഡ്ജ് തുറക്കാനേ നമുക്ക് തോന്നില്ല, ഭയങ്കര മോശമായിട്ട് തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്നപ്പോൾ ക്ലീൻ ആക്കാൻ എടുത്തപ്പോൾ വിചാരിച്ചു എന്നാൽ അതൊരു വീഡിയോ ആക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. അങ്ങനെ ട്രേ എല്ലാം ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. എടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്തോട്ട് വെക്കുന്നുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ആ വെള്ളം എല്ലാം വാർന്നു പോയിട്ട് നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടല്ലോ. അപ്പോൾ അത് തന്നെ ഞാനിവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി കിണറിൻ്റെ സൈഡിൽ പിന്നെ എന്താ പറയുക അവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കാൻ കരുതി എല്ലാം കഴുകി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ. പിന്നെ ഞാൻ വൈപ്സ് വെച്ചിട്ടാണ് കേട്ടോ, നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കിച്ചൺ വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജെല്ലാം നല്ല നീറ്റാക്കി ക്ലീനാക്കി നന്നായിട്ട് തുടച്ചെടുത്തു. അതിന് സൈഡിലെ ട്രേ എല്ലാം വെച്ച് അതിനകത്തോട്ട് സാധനങ്ങൾ വെക്കാൻ നേരത്തെ ഓരോന്നോരോന്നായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ എടുത്തിരിക്കുന്ന അച്ചാറാണ് കേട്ടോ. രണ്ടാമതിരിക്കുന്നത് നമ്മുടെ നെല്ലിക്ക അച്ചാർ, ചെറിയ നെല്ലിക്ക അച്ചാർ. മൂന്നാമതിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോലോലിക്ക അച്ചാർ. ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി നമ്മുടെ ഫ്രിഡ്ജെല്ലാം ക്ലീനാക്കി നല്ല നീറ്റാണ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ സാധനങ്ങൾക്കൊട്ടും കുറവില്ല, സാധനങ്ങൾ ഒരുപാട് തന്നെയുണ്ട് കേട്ടോ. ഞാൻ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന ട്രേ എല്ലാം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിയൊക്കെ അതിനകത്ത് വെക്കുന്നതായിരിക്കും.